ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ് വാഷ് ലിക്വിഡ് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്കുള്ളത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അത് നമ്മൾ കിറ്റ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. കുറേ മുന്നേ വാങ്ങിച്ച കിറ്റാണ് കേട്ടോ. അതുകൊണ്ട് അതിൽ നിന്ന് കുറേ സാധനങ്ങൾ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്ലോത്ത് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിലുള്ള SLS അതിന് എടുത്തിരുന്നു കേട്ടോ. SLS കുറവായപ്പോൾ SLS വൈറ്റ് ഒരു ലിക്വിഡ് പോലെ വരുന്നതാണ്. അപ്പോൾ കിറ്റിലുള്ള ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഈ കിറ്റിൽ തന്നെ ഒരു കുറിപ്പുണ്ടാവും, എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു മേക്കിങ്ങിൻ്റെ ഒരു കുറിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാ കെമിക്കൽ ഷോപ്പിലും ചോദിച്ചാൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ എങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായിരുന്നു. ഇനി ഇത് കേട് വന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് എന്താ പറയുക പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷറിംഗ് കപ്പ് എടുക്കുക. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവ എന്താ നമുക്ക് മിനറൽ വാട്ടറൊക്കെ കിട്ടുമല്ലോ, അങ്ങനത്തെ ബോട്ടിൽ എടുക്കാം. ബോട്ടിലിൽ നിങ്ങൾക്ക് 500 ml കളന്നെടുക്കേണ്ട ആവശ്യം വരും. അതാണ് കേട്ടോ. ഇതാണ് SLS. ഇതില്ലാഞ്ഞിട്ടുണ്ട് ഇത്ര ലേറ്റായി പോയത്. അങ്ങനെ കുറേ പിന്നെ മടി പിടിച്ച് കുറേ ആയിട്ടുണ്ടായിരുന്നു കിറ്റ് വാങ്ങിച്ചിട്ട്. നമുക്ക് അറിയില്ലല്ലോ, ഇതിൽ ഒരു എക്സ്പയർ ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം 1/2 ലിറ്റർ വെള്ളം വേണം. നോർമൽ വാട്ടർ എടുക്കുക. അതിലേക്ക് നമ്മൾ അതിലുള്ള ഓരോന്നിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1-ാം നമ്പർ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ആദ്യം ലയിപ്പിക്കേണ്ടത്. അതൊരു നൂല് പോലെ വരുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അത് 1/2 ലിറ്റർ വെള്ളത്തിലോട്ട് അതെടുത്തിട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ലയിച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് ചേർക്കാനുള്ളത്. 3.5 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ നേർപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർക്കാനുള്ളത്. ആദ്യം ഇതിൽ നമുക്ക് ലയിപ്പിക്കണം. ഇത് പഴക്ക് കയറിയതുകൊണ്ടാണോ എന്താ അറിയില്ല, അത് ലയിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഫോമിംഗ് ഒക്കെ വരുന്നുണ്ട്, കണ്ടല്ലോ, പാതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം നിന്നു, അരമണിക്കൂർ നിന്നു, ഇത് ലയിക്കണില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അങ്ങനെ ഞാൻ ചെയ്തത്. എന്നിട്ട് ഫുള്ളായിട്ട് ഒരു കുറച്ചൊക്കെ ടൈം ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ അത് ലയിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ച 3.5 ലിറ്റർ വെള്ളമാണത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇതിലുള്ള കുറിപ്പ് നോക്കി ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ഡൗട്ടൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയ ബക്കറ്റ് എടുത്തത് നിങ്ങൾ വലിയ ബക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് മാറ്റേണ്ടി വരും കേട്ടോ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം കണ്ടോ, ഇതിന് 4-ാം നമ്പറാണ് കേട്ടോ. 4-ാം നമ്പർ നമുക്ക് ഇതിൽ എത്ര വെള്ളം വേണമെന്നറിയോ? 4.5 ലിറ്റർ വെള്ളത്തിൽ ഞാനത് ലയിപ്പിക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഈ ടൈമിൽ കാണിക്കുകയാണ്. ഇതൊരു വലിയ ഇതെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വലിയ ബക്കറ്റ് എടുത്തിട്ട് 4 ലിറ്റർ വെള്ളം എടുത്തു. എന്നിട്ട് അതിലേക്ക് 4-ാം നമ്പറും കൂടി ഞാൻ ഒഴിച്ചിട്ട് അത് സെറ്റാക്കാൻ വെച്ചു. ഇതിവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 3.5 ലിറ്റർ വെള്ളം ആദ്യത്തെ ബക്കറ്റിൽ ലയിക്കാൻ വെച്ചതിലേക്കാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. 4 ലിറ്റർ വെള്ളമല്ല ഇത്, അത് മനസ്സിലാക്കണം നിങ്ങൾ. 4 ലിറ്റർ വെള്ളം വേറെ വലിയ ബക്കറ്റിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ 4-ാം നമ്പർ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 3.5 ലിറ്റർ എടുത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ല ഫോമിങ് ഉണ്ട്, കണ്ടല്ലോ. ഇപ്പോഴും നമ്മൾ ആ ഫസ്റ്റത്തെ സാധനം ശരിക്കും ലയിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇത് പഴക്ക് കയറിയിട്ടാണോ അതോ ഇതിങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് 2-ാം നമ്പർ SLS ആയിട്ടുള്ള സംഭവമാണിത്. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതില്ലാത്ത കാരണമാണ് നമ്മൾ ഇത്ര വൈകിയത്. എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമായിട്ടുണ്ടാവും ഞാനിത് വാങ്ങി വെച്ചിട്ടെന്ന് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് എപ്പോഴും നല്ലോണം ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ ഒരു 2 ഇളക്കിയാലൊന്നും സാധനം റെഡി ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ അടുത്ത് കിറ്റ് ഉണ്ടോ, അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു കിറ്റ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. കാരണം എന്താ, നമുക്ക് കിറ്റ് കടയൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്കാണ് 3-ാം നമ്പർ ചേർത്ത് കൊടുക്കാൻ. എനിക്ക് തോന്നുന്നു ഇത് ഗ്ലിസറിൻ ആണെന്നാണ് തോന്നുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല. കാരണം നമുക്കറിയില്ല, ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല എന്താണ് ഇത് സാധനം എന്നുള്ളത്. പിന്നെ നമുക്ക് അറിയുന്നത് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. SLS ഒക്കെ ആണെങ്കിലും കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുന്നതാണ്. നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇത് പിന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ്, മണത്തിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ.
ഇനി നമുക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇത് കളറിനുള്ള പൗഡറാണ്, ഓറഞ്ച് പൗഡറാണ്, ഓറഞ്ച് കളറിലാണ് നമ്മുടെ ഹാൻഡ് വാഷ് വരുന്നത്. അതുപോലെ ഓറഞ്ചിൻ്റെ സ്മെല്ലും ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ ഫസ്റ്റ് നമ്മളെടുത്ത് വെച്ച ആ ബക്കറ്റിൽ ഉള്ളത് നമ്മൾ 4-ാം നമ്പർ മിക്സ് ചെയ്ത് 4 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ചേർത്ത് കൊടുത്തപ്പോൾ ഇത്രയൊക്കെയുണ്ട്, വലിയ ബക്കറ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കളറാണ് ചേർക്കുന്നത് കേട്ടോ. നല്ല ഓറഞ്ച് കളറായിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ പൗഡർ ആയത് കാരണം നല്ലോണം മിക്സ് ചെയ്യണം. കാരണം ലിക്വിഡ് കളറിനെ പോലെയല്ല പൗഡർ, അത് പെട്ടെന്ന് അവിടെ ഇവിടെ തരി കെട്ടി നിന്നിട്ട് ഒരു ഭാഗത്ത് കളർ ഒരു ഭാഗത്ത് കളറില്ലായ്മ അങ്ങനെയൊക്കെ വരും. അപ്പോൾ നല്ലോണം തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെ നമ്മൾ പണ്ടത്തെ മഫിൻ്റെ കോലുണ്ടാവുമല്ലോ, അത് പൊട്ടിയതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറ്. അതായത് ക്ലോത്ത് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാനാണെങ്കിലും ഇങ്ങനത്തെ ഹാൻഡ് വാഷ് ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക, കളർ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. അപ്പോൾ നമ്മൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലോത്ത് വാഷിൻ്റെ ലിക്വിഡ് 25 കിലോ ചെയ്യാനുള്ള കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നിങ്ങൾ അതിനുള്ള ഓർഡർ തരണം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് ഫ്രാഗ്രൻസ് ഓയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് വെക്കുള്ളൂ. കാരണം നമുക്കിത് കൈയായിട്ടൊക്കെ പിടിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡായിട്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർഡേഴ്സ് തരുന്നതിനനുസരിച്ച് നമുക്കത് ഓർഡർ ചെയ്യാനും വരുത്തിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ മേക്ക് ചെയ്തു. രാത്രിയിലാണ് മേക്ക് ചെയ്തത്. രാവിലെ ഒരു 9-10 മണി ആയപ്പോഴാണ് ഇതിലത്തെ ഫുള്ള് ബബിൾസും താന്ന് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓവർ കട്ടിയില്ലെങ്കിലും നല്ലൊരു ഹാൻഡ് വാഷ് തന്നെയായിരുന്നു, കുഴപ്പമില്ല. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്, ഓറഞ്ചിൻ്റെ കളറുമാണ്. നല്ല നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ ഞാനിത് കുറേ ബോട്ടിൽസിലൊന്നും ആക്കി വെച്ചിട്ടില്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാണ്. അപ്പോൾ ഞാൻ 5 ലിറ്ററിൻ്റെ 5 കിലോയുടെ 2 ടാപ്പിലാട്ടോ ആക്കി വെച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ. Thank you for watching.